മോഡിഫിക്കേഷൻ മാത്രം ഒരു 1 lakhിനടുത്ത് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഹൈപ്പർ ഷിഫ്റ്റ് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിസ്ക്, ഫ്രണ്ട് ഡിസ്ക്, ബാക്ക് ഡിസ്ക്, സ്റ്റെമ്പ്, പിന്നെ ഹെഡ്ലൈറ്റ് തൊട്ട് A to Z കാര്യങ്ങൾ മാറ്റിയിടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ ബാഡ്ജിങ് ഒക്കെ കാണുമ്പോൾ RX 135 ആണെന്ന് വിചാരിക്കും. പെയിന്റിങ്ങിന് മാത്രം ഓൾമോസ്റ്റ് 20K അടുത്ത് വന്നിട്ടുണ്ട് വണ്ടിക്ക്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അന്യായ ഗ്ലേസിംഗ് ആണ്. പറഞ്ഞ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ചേമ്പർ തന്നെയാണ്. RX എന്നല്ല, എല്ലാ വണ്ടിയിലും എല്ലാവരും ഫ്രണ്ട് ഡിസ്ക് ചെയ്യും, പക്ഷേ ബാക്കിലേക്ക് അതിന് ചെയ്യാറില്ല. പക്ഷെ ഇതിൽ ബാക്ക് ഡിസ്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പോൾ എനിക്ക് കയറി വന്നിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനുണ്ട്. എനിക്ക് പറയാൻ ആഗ്രഹം ഈ ഒരു സെക്ഷനാണ്, പക്ഷേ എനിക്ക് പറയേണ്ടത് ഈ ഒരു സെക്ഷനാണ്. എനിക്ക് നോർമൽ ഒരു RX 100 ഓടിക്കുന്ന നമുക്കറിയാം ഇതിന് എന്തോരം പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താ പറയുക, ഒരു ലക്ഷറി റെട്രോ ക്ലാസിക് വണ്ടി കയറിയ പോലെയാണ് തോന്നിയത്. ഈ ഒരു സെക്ഷൻ നോക്കിയേ, ഇത് നോക്കിയേ. ഇത് നിങ്ങൾ ഇതിൽ വണ്ടി കണ്ടിട്ടുണ്ടോ? പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം, ഇതിലെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും, ഇൻക്ലൂഡിങ് ഈ ഒരു RPM മീറ്ററും ഈ ഒരു ഓയിലിൻ്റെ വരെ ഈ വണ്ടിയിൽ വർക്ക് ചെയ്യും. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ പറയില്ലേ, ഇതൊരു സെയിലിനിട്ടാണ് വണ്ടിയാണ് കേട്ടോ.